ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ ഗണിതം വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 2 സ്കോർ വീതം. ഒന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ AC = BC = 5 സെൻറ്റിമീറ്റർ, ദെൻ കോൺ C = 60 ഡിഗ്രി. അപ്പോൾ AB എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. AB എത്രയായിരിക്കും? അതെ, 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ദെൻ കോൺ A 60 ഡിഗ്രി. കോൺ എത്രയാണ് കിട്ടുന്നത്? 60 ഡിഗ്രി. ദെൻ ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്നും 5 കുറച്ചാൽ 100 കിട്ടും. സംഖ്യ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സംഖ്യ ഏതായിട്ട് എടുക്കാം? X ആയിട്ട് എടുക്കാം. സോ നമുക്ക് എങ്ങനെ എഴുതാം? 5x - 5 = 100. നമുക്ക് X കണ്ടെത്താമല്ലോ. 5x = 100 + 5, 105 അല്ലേ ആൻസർ കിട്ടുന്നത്. സോ x = 105/5 21. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ MNOPQ ഒരു സമപഞ്ചഭുജമാണ്. കോൺ PQ എത്ര? കോൺ OPക്കും കോൺ ONRും നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കോൺ OPQ എത്രയായിരിക്കും? അതെ, 108 ഡിഗ്രി ആയിരിക്കും. കോൺ OPQ 108 ഡിഗ്രി. ദെൻ കോൺ ONR 72 ഡിഗ്രി. കോൺ ONR 72 ഡിഗ്രി. ദെൻ ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളും ഒരേ അംശബന്ധത്തിലാണ്. ഇത് ഏത് തരം ത്രികോണമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് തരമാണ്? അതെ, സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണം. ഈ ത്രികോണത്തിൻ്റെ ഒരു കോണിൻ്റെ അളവ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു കോണിൻ്റെ അളവ് എത്രയായിരിക്കും? അതെ, 60 ഡിഗ്രി ആയിരിക്കും. ഒരു കോണിൻ്റെ അളവ് 60 ഡിഗ്രി. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം, A 5 - -3 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? അത് 8 ആണല്ലേ. മൈനസും മൈനസും പ്ലസ് ആയി. അപ്പോൾ 5 + 3 8. ദെൻ 10 + -10 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 10 - 10 = 0. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 3 സ്കോർ വീതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. A² - B² = A + B × A - B. അതായത് 146² - 145² നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതെ, A + B × A - B ഫോമിലേക്കല്ലേ എഴുതേണ്ടത്. സോ 146 + 145 × 146 - 145. നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? അതെ, 291. ഓക്കെ, ദെൻ മുകളിൽ കൊടുത്ത സർവ്വസമവാക്യം ഉപയോഗിച്ച് 31 × 29 കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 31 × 29 എങ്ങനെ എഴുതാം? അതെ, 30 + 1 × 30 - 1. അപ്പോൾ 30² - 1². നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? അതെ, 899. ആൻസർ എത്രയാണ്? 899. ദെൻ ഒരാൾ 10% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 20,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും? ഓക്കെ, നമുക്ക് കണ്ടെത്താമല്ലോ. 2 വർഷത്തിന് ശേഷം തിരിച്ചു കിട്ടുന്ന തുക കണ്ടെത്താൻ P × 1 + R/100 അല്ലേ. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? അതെ, 24,200 രൂപ. എത്രയാണ് ആൻസർ? 24,200 രൂപ. ഓക്കെ, ദെൻ എട്ടാമത്തെ ചോദ്യം, ചിത്രത്തിൽ PQRS ഒരു ചതുർഭുജമാണ്. QS = 10 സെൻറ്റിമീറ്റർ, PAC = 4 സെൻറ്റിമീറ്റർ, BR = 5 സെൻറ്റിമീറ്റർ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ത്രികോണം PQSൻ്റെയും ത്രികോണം PQSൻ്റെയും ത്രികോണം RQSൻ്റെയും ഉയരങ്ങളുടെ തുക എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? അതെ, 4 + 5 9 ആണല്ലേ. എത്ര സെൻറ്റിമീറ്റർ ആണ്? 9 സെൻറ്റിമീറ്റർ. ദെൻ ചതുർഭുജം PQRSൻ്റെ പരപ്പളവ് കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കണ്ടെത്താം? ½ D × H1 + H2. നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? അതെ, 45 സെൻറ്റിമീറ്റർ സ്ക്വയർ. 45 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ചോദ്യം, A - 1² എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. -1² എന്ന് പറഞ്ഞാൽ -1 × -1 എത്രയായിരിക്കും? അതെ, +1 അല്ലേ. അതായത് 1.
ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 5, എക്സ് ഈസ് ഈക്വൽ ടു -1 ആയാൽ വൈയുടെ വില കണ്ടുപിടിക്കുക. നമുക്ക് നൽകിയിട്ടുണ്ട് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എക്സ് എത്രയാണ്? -1 അല്ലേ? സോ നമുക്ക് എഴുതാം y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 5, അതായത് y ഈസ് ഈക്വൽ ടു -1 ഹോൾ സ്ക്വയർ പ്ലസ് 5. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? -1 ഇൻറ്റു -1 എത്രയായിരിക്കും? അതെ +1 അല്ലേ? ദെൻ +1 + 5 അല്ലേ? y ഈസ് ഈക്വൽ ടു 1 + 5 എത്രയാണ് ആൻസർ? അതെ 6. y ഈസ് ഈക്വൽ ടു 6 ആണ്, 6 ഉത്തരം വരുന്നത്. ഓക്കെ, ദെൻ 10ാമത്തെ ചോദ്യം, ഗണിതശാസ്ത്ര ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ലഭിച്ച സ്കോറുകൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. 0 to 5 2, 5 to 10 6, 10 to 15 11, 15 to 20 5, 20 to 25 1 അല്ലേ? മത്സരത്തിൽ പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണം എത്ര? നമുക്ക് കുട്ടികളുടെ എണ്ണം കൂട്ടി നോക്കാമല്ലോ. എത്രയാണ് കിട്ടുന്നത്? അതെ 25 ആണല്ലേ? ആകെ കുട്ടികളുടെ എണ്ണം 25. തന്നിരിക്കുന്ന പട്ടികയിൽ 1ാം സ്ഥാനം ലഭിച്ച കുട്ടിയുടെ സ്കോർ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ്? അതെ 20 25 അല്ലേ? 20 25. ദെൻ സ്കോർ 10ൽ കൂടുതൽ കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്ര? 10ൽ കൂടുതലാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? അതെ 17 ആണല്ലേ? 11 5 16, 16 1 17. ഓക്കെ, 17 എണ്ണമാണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ ABCD ഒരു ചതുരമാണ്. AB = 7 സെൻറ്റിമീറ്റർ, ദെൻ AD = 4 സെൻറ്റിമീറ്റർ, AP = CQ = 2 സെൻറ്റിമീറ്റർ. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. PB QD എന്നീ വരകൾ തമ്മിലുള്ള ലംബ ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലംബ ദൂരം നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ് കിട്ടുന്നത്? അതെ 4 സെൻറ്റിമീറ്റർ ആണ്. ആൻസർ എന്താണ്? 4 സെൻറ്റിമീറ്റർ. ദെൻ PBയുടെ നീളം എത്ര? PBയുടെ നീളം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? അതെ 7 - 2 അല്ലേ? 7 - 2 5 സെൻറ്റിമീറ്റർ. ഇനി സാമാന്തരത്തിൻ്റെ പരപ്പളവ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടല്ലേ? ഇക്വേഷൻ എന്തായിരുന്നു? അതെ BH അല്ലേ? B × H. 5 × 4 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? അതെ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഉത്തരം എത്രയാണ്? 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. 12 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 4 സ്കോർ വീതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിരിക്കുന്ന അളവുകളിൽ ലംബകം PQRS വരയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ തന്നിട്ടുള്ള അളവുകളിൽ കൂട്ടുകാർക്ക് ഇതുപോലെ PQRS ലംബകം വരച്ചു കൊടുക്കാമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ദെൻ ചിത്രത്തിൽ ABCD ചതുർഭുജമാണ്. കോൺ AD = 80 ഡിഗ്രിയാണ്. ക്വസ്റ്റ്യൻ എന്താണ്? കോൺ A + കോൺ B + കോൺ C എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും? അതെ 360 - 80 എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ് 280 ഡിഗ്രിയാണ്. 360 - 80 280 ഡിഗ്രി. ദെൻ കോൺ A, കോൺ B, കോൺ C എന്നീ കോണുകളുടെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം 1:1:2 ആയാൽ കോൺ A, കോൺ B, കോൺ C എന്നിവ കണക്കാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം കോൺ A = x ഡിഗ്രി, കോൺ B = x ഡിഗ്രി, കോൺ C = 2x ഡിഗ്രി അല്ലേ? അപ്പോൾ കോൺ A + കോൺ B + കോൺ C = x + x + 2x എത്രയായിരിക്കും? യെസ് 280 അല്ലേ? 280. ഓക്കെ, നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലേ 280. ദെൻ 4x = എത്രയാണ്? യെസ് 280. ഇനി എക്സ് കണ്ടെത്താമല്ലോ. യെസ് 280/4 280 - 4 70 ഡിഗ്രി. 280/4 70 ഡിഗ്രി. ഓക്കെ, ദെൻ കോണുകൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? യെസ് 70 ഡിഗ്രി 70 ഡിഗ്രി 140 ഡിഗ്രി ആണല്ലേ? 70 ഡിഗ്രി 70 ഡിഗ്രി 140 ഡിഗ്രി. ഓക്കെ, നമുക്ക് 14ാമത്തെ ചോദ്യം നോക്കാം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 40 ഏകദിന മത്സരങ്ങളിൽ നേടിയ റൺസ് ചുവടെയുള്ള പട്ടികയിൽ തന്നിരിക്കുന്നു. ആവൃത്തി ചതുരം ഹിസ്റ്റോഗ്രാം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് വരയ്ക്കാമല്ലോ.
എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ വരച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പട്ടിക പൂർത്തിയാക്കുക. എക്സ് -6, ദെൻ y -3, ദെൻ എക്സ് ഇൻറ്റു വൈയും എക്സ് മൈനസ് വൈയും എക്സ് പ്ലസ് വൈയും എക്സ് ബൈ വൈയും നമ്മൾ കണ്ടെത്തണമല്ലേ. അപ്പോൾ നോക്കൂ, എക്സ് ഇൻറ്റു വൈ എത്രയായിരിക്കും? യെസ്, 18 അല്ലേ, 18 എന്ന് കിട്ടും അല്ലേ. എക്സ് മൈനസ് വൈ -3, എക്സ് പ്ലസ് വൈ -9, ദെൻ എക്സ് ബൈ വൈ എത്രയായിരിക്കും? അതെ, 2. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്ററും അതിൻ്റെ ഒരു വികർണത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്ററുമാണ്. ക്വസ്റ്റ്യൻ എന്താണ്? സമഭുജ സാമാന്തരികത്തിൻ്റെ രണ്ടാമത്തെ വികർണത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വികർണത്തിൻ്റെ നീളമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പരപ്പളവ് നമുക്കറിയാം എത്രയാണ്? യെസ്, 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണല്ലേ. അതിൽ നമുക്ക് കണ്ടെത്താമല്ലോ. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? അതെ, 4 സെൻറ്റിമീറ്റർ. ഓക്കെ, 4 സെൻറ്റിമീറ്റർ. ദെൻ ഈ അളവുകൾ ഉപയോഗിച്ച് സമഭുജ സാമാന്തരികം വരയ്ക്കുക. ഇതുപോലെ കൂട്ടുകാർക്കും കിട്ടിയിട്ടുണ്ടല്ലോ ചിത്രത്തിൽ കാണുന്ന പോലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ ABCD സമപാർശ്വലംബകമാണ്. AB = 13 സെൻറ്റിമീറ്റർ, CD = 7 സെൻറ്റിമീറ്റർ, AD = 5 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് ചോദ്യം എന്താണ്? AE എത്രയെന്നാണ് ചോദിച്ചത്. AE എത്രയായിരിക്കും? അതെ, 3 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. AE 3 സെൻറ്റിമീറ്റർ. ദെൻ DE ചോദിച്ചിട്ടുണ്ട്. DE എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? അതെ, 4 സെൻറ്റിമീറ്റർ അല്ലേ. DE എത്രയാണ് കിട്ടുന്നത് നമുക്ക്? 4 സെൻറ്റിമീറ്റർ. ദെൻ സമപാർശ്വലംബകം ABCDയുടെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പരപ്പളവ് കണ്ടെത്താൻ യെസ്, ½ h × a + b ആണല്ലേ. ആൻസർ എത്രയാണ് കിട്ടുന്നത്? അതെ, 40 സെൻറ്റിമീറ്റർ സ്ക്വയർ. 40 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതിന് 18ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന പാറ്റേണിലുള്ള ഗണിതാശയം മനസ്സിലാക്കി തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 3² - 1² = 9 - 1 = 4 × 2 അല്ലേ. പിന്നെ 4² - 2² 16 - 4 = 4 × 3. ഈ പാറ്റേണിൽ അടുത്ത വരി എഴുതുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത വരി നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, 7² - 5² = 49 - 25 = 4 × 6. 7² - 5² = 4 × 6. ദെൻ 9², അതായത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ബി ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നൽകിയിട്ടുള്ളത്? 9² - 7² യെസ് മൈനസ് അവിടെ എത്രയായിരിക്കും വരിക? അതെ, 81 - 49 അല്ലേ. 81 - 49 = 4 × 8. ദെൻ 15² മൈനസ് അവിടെ എത്രയാണ് വരേണ്ടത്? അതെ, 13² = 4 × 14. ദെൻ നോക്കൂ, ഡി എങ്ങനെയാണ് നോക്കൂ. x+1² - x - 1². ദെൻ നെക്സ്റ്റ് നോക്കൂ, നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? യെസ്, x+1² - x - 1² = 4x. എങ്ങനെയാണ് ആൻസർ? x - 1² - x - 1² x+1² - x - 1² = 4x. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.